ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം സ്റ്റിച്ചിങ്ങിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്നിവിടെ എടുക്കുന്നത്. അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് മെഷീനിൽ എങ്ങനെ നൂലിടാം, മെഷീനിൽ എങ്ങനെ ചവിട്ടി പഠിക്കാം, മെഷീനിൽ എങ്ങനെ സൂചി ഇടാം, പുതിയ തുടക്കക്കാർ എങ്ങനെ മെഷീൻ ചവിട്ടി പഠിക്കാമെന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അപ്പം മെഷീൻ പുതിയതായിട്ട് ചവിട്ടി പഠിക്കുന്നവർ മെഷീൻ്റെ സൂചി എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം മാത്രമേ ചവിട്ടാവൂ. ഇല്ലെന്നുണ്ടെങ്കിൽ സൂചി ഒടിഞ്ഞു പോകും, ബാക്ക് കറങ്ങിപ്പോവാതെ ഫ്രണ്ടിലോട്ട് തിരിച്ച് തന്നെ മെഷീൻ ചവിട്ടണം. അപ്പോൾ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ അത്രയൊക്കെയായിരുന്നു പഠിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ സെക്കൻഡ് പാർട്ടാണ്. അപ്പം നമ്മൾ തയ്യലിന് ആവശ്യമായ എന്തെല്ലാം സാധനങ്ങൾ വേണമെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം തുടക്കക്കാർ ഇന്ന് മുതൽ എൻ്റെ വീഡിയോ കറക്റ്റ് 7 മണിക്ക് തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പം അത് കണ്ടിന്യൂ ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് തയ്യൽ പഠിക്കുകയും ചെയ്യാം, സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾക്ക് പുറത്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പം ഇന്നത്തെ ക്ലാസ് നമ്മൾ തുടങ്ങുകയാണ്. ഇതിൽ തയ്ക്കാൻ ആവശ്യമുള്ള സാധനങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പം ആദ്യമായിട്ട് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് ടേപ്പ് അത്യാവശ്യമാണ്. അപ്പം തുണി അളക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ടേപ്പ് നമുക്ക് അത്യാവശ്യമാണ്. ഇത് 1.5 മീറ്റർ ഒരു ടേപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഇഞ്ച് കണക്കാക്കിയാണ് നമ്മൾ നെക്കിൻ്റെ വിത്തൊക്കെ നമ്മൾ എടുക്കുന്നത്, ഇറക്കം എടുക്കുന്നത് ഇങ്ങനെയാണ്. അപ്പം അത്യാവശ്യമായിട്ടും നമ്മളൊരു ടേപ്പ് വാങ്ങി വയ്ക്കുക, ഇതുപോലെ ഒരു ടേപ്പ് വാങ്ങി വയ്ക്കുക. പിന്നെ നമുക്ക് അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നല്ലൊരു കത്രിക വാങ്ങി വയ്ക്കണം. അപ്പം തുണി നന്നായിട്ട് വെട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കത്രിക അത്യാവശ്യമാണ്. പിന്നെ ഞാൻ അഡീഷണലായിട്ട് ഇതുപോലെ ഒരു കത്രികയും കൂടെ വാങ്ങി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നെക്ക് കട്ട് ചെയ്യാനും മറ്റുമായിട്ട് ഇതുപോലെ ഒരു കത്രിക നമ്മൾ ഉപയോഗിക്കും. പിന്നെ അത്യാവശ്യം ഉള്ള ത്രെഡ് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കത്രികയും കൂടെ വാങ്ങി സൂക്ഷിക്കണം. പിന്നെ ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തയ്ക്കുമ്പോൾ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് അഴിച്ചെടുക്കുന്നതിനും പിന്നെ ബട്ടൺ ഹോൾ ഇടുന്നതിനുമൊക്കെ ഇതുപോലെ ഒരെണ്ണം വാങ്ങി വെച്ചാൽ നിങ്ങൾക്ക് ഉപകാരമായിരിക്കും. പിന്നെ നമുക്ക് തയ്ക്കുന്നതിന് അത്യാവശ്യമായിട്ട് ഇമ്പോർട്ടൻ്റായിട്ട് വേണ്ട ഒരേ ഒരു സാധനം എന്ന് പറഞ്ഞാൽ സൂചിയാണ്. ഈ സൂചി നമുക്ക് ഹെമ്മിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ കൈത്തയിലിടാൻ വേണ്ടിയിട്ട് ഒരു സൂചി അത്യാവശ്യമാണ്. പിന്നെ നമുക്ക് വേണ്ടത് മെഷീനിലിടുന്ന സൂചിയാണ്. മെഷീനിലിടുന്ന സൂചി എന്ന് പറഞ്ഞാൽ അംബ്രല്ല മെഷീന് വേറെ സൂചി, ജാക്ക് മെഷീന് വേറെ സൂചി, സാധാ മെഷീന് വേറെ സൂചിയാണ്. അപ്പം എൻ്റെ ഇപ്പോൾ ഇരിക്കുന്നത് ജാക്കിനും അംബ്രല്ല മെഷീനിലും ഒക്കെ ഇടുന്ന സൂചിയാണ്. ഇത് ഉരുണ്ട സൂചിയാണ്. മറ്റേ സാധാ മെഷീനിൽ നമ്മൾ ഉപയോഗിക്കുന്നവർക്ക് വരുന്ന സൂചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡ് ചരിഞ്ഞ സൈസ് സൂചിയാണ്. പിന്നെ നമുക്ക് തയ്ക്കുന്നതിന് അത്യാവശ്യമായിട്ട് തുണി തയ്ക്കണമെങ്കിൽ നൂല് വേണ്ടേ. അപ്പം തുണി തയ്ക്കുന്നതിന് അത്യാവശ്യമായിട്ട് വേണ്ട നൂല്. അപ്പോൾ ഏത് കളർ ഡ്രസ്സാണോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ആ കളറിന് ആവശ്യമായ നൂല് നിങ്ങൾ വാങ്ങണം. പിന്നെ വേണ്ടത് ചോക്കാണ്. നമുക്ക് തുണിയിൽ മെഷർമെൻ്റ് എടുത്ത് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചോക്ക് അത്യാവശ്യമാണ്. അപ്പം ഇതുപോലെ ഒരു ചോക്ക് വാങ്ങിച്ചിട്ട് മെഷർമെൻ്റ് എടുത്ത് നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ വരച്ച് ലെവലായിട്ട് ഇടാൻ പറ്റും. അപ്പം ഇതുപോലെ നിങ്ങളൊരു ചോക്ക് വാങ്ങണം. പിന്നെ ഇതെന്ന് വെച്ചാൽ സ്റ്റിഫാണ്. നമ്മുടെ ഇത് ചുരിദാറിൻ്റെയൊക്കെ കോളറിൽ വെച്ച് തയ്ക്കുന്നതാണ്. കോളറിൻ്റെ നെക്കൊക്കെ പെർഫെക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഇതുപോലെ ഒരു സ്റ്റിഫ് നിങ്ങൾ വാങ്ങി കയ്യിൽ വെച്ചേക്കണം. ഇത് ക്യാൻവാസ്, ചുരിദാറിന് നമ്മൾ കഴുത്ത് തയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ക്യാൻവാസ്. അപ്പം നെക്ക് നല്ല പെർഫെക്റ്റായിട്ട് തയ്ച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ക്യാൻവാസ് അത്യാവശ്യമാണ്. അപ്പോൾ ഇതുപോലെ ഒരു ക്യാൻവാസ് നിങ്ങൾ വാങ്ങി വെച്ചേക്കണം. അപ്പം അത്യാവശ്യമുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ ബ്ലൗസ് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഹുക്ക് വാങ്ങിക്കണം. അത് ഹുക്ക് ഡയമണ്ടിൻ്റെ ഹുക്കാണ് ഞാൻ വാങ്ങുന്നത്. ഇത് തുരുമ്പിച്ചൊന്നും പോകത്തില്ല. അപ്പോൾ സാധാരണ ഉള്ള ഹുക്ക് വാങ്ങുവാണെന്നുണ്ടെങ്കിൽ മൊത്തം ബ്ലൗസിൽ വെച്ച് തന്നെ അത് തുരുമ്പിച്ച് പോകും. അപ്പം ഈ ഡയമണ്ടിൻ്റെ ഹുക്ക് ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ട് യാതൊരു കുഴപ്പമില്ല. അപ്പം ഇതുപോലെ ഡയമണ്ടിൻ്റെ ഹുക്ക് നല്ല കമ്പനിയുടെ സാധനമാണ്. അപ്പോൾ ഇത് വാങ്ങിയാലും മതി. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ വാങ്ങാം. പക്ഷേ ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ ഹുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ തുണി ബ്ലൗസ് വെച്ച് കഴിയുമ്പോഴത്തേന് അതിനകത്ത് തുരുമ്പെടുത്ത് പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് തയ്ച്ച് തുടങ്ങാൻ അത്യാവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ഇത്രയൊക്കെയാണ്. പിന്നെ അടുത്ത ക്ലാസ്സിൽ ഇത്രയൊക്കെയുള്ള അത്യാവശ്യമുള്ള സാധനങ്ങൾ. പിന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഹെമ്മിങ് ചെയ്ത് പഠിക്കാം. ഹെമ്മിങ് ചെയ്ത് പഠിച്ച് പിന്നെ തുണിയുടെ അരികെ നമ്മൾ എങ്ങനെ അടിക്കുവാണെന്നും ഒക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഈ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മെഷീനെ പറ്റി പഠിച്ചു. പിന്നെ മെഷീൻ ചവിട്ടി പഠിക്കുന്നത് പറ്റി, നൂലിടാൻ പഠിച്ചു, സൂചി ഇടാൻ പഠിച്ചു. പിന്നെ മിഷൻ്റെ ഏത് ഭാഗത്തൊക്കെ എണ്ണ ഒഴിക്കാമെന്നുള്ളത് പഠിച്ചു. ഇപ്പം ഈ ക്ലാസ്സിൽ നമ്മൾ തയ്യലിന് ആവശ്യമുള്ള എന്തെല്ലാം സാധനങ്ങൾ വേണമെന്നും നമ്മൾ പഠിച്ചു. ആ തയ്യലിന് ആവശ്യമുള്ള സാധനങ്ങളിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്കെയിലും കൂടി വാങ്ങി വയ്ക്കാം. ഞാനിപ്പോൾ സ്കെയിൽ ഇവിടെ വാങ്ങി വെച്ചിട്ടില്ല. അപ്പം തയ്ക്കാൻ ആവശ്യമായിട്ട് ചുരിദാറിൻ്റെ ഹിപ്പ്, വേസ്റ്റ്, ഷേപ്പൊക്കെ നമ്മൾ ശരിയായിട്ട് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്കെയിൽ കൂടി അത്യാവശ്യമാണ്. അപ്പം ഇത്രയൊക്കെയുള്ള ഈ ക്ലാസ്സിൽ. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഹെമ്മിങ് ചെയ്ത് പഠിക്കാം.